ഒരു അപകട വാർത്തയോടെ വരുന്നു. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 3 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. വൈകുണ്ഠ ഏകാദശി ദർശന കൂപ്പൺ വിതരണത്തിനിടെയാണ് അപകടം. ആളുകൾ കൂട്ടത്തോടെ കൂപ്പൺ വാങ്ങാൻ ഇടിച്ചു കയറുകയായിരുന്നു. മുഹമ്മദ് റയീസ് ചെന്നൈ ചെയ്യുന്നു. റഹീസ, മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ ഇപ്പോഴും ചികിത്സയിലുണ്ടോ? സുഹൈൽ, വലിയൊരു ദുരന്തമാണ് ഈ തിരുപ്പതി ക്ഷേത്ര കൗണ്ടറിൽ ഉണ്ടായിരിക്കുന്നത്. വൈകുണ്ഠ ഏകാദശി ടോക്കൺ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കൗണ്ടറിലെ തിക്കും തിരക്കിലും പെട്ടാണ് ഇപ്പോൾ 6 പേർ മരിച്ചിരിക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ മരണസംഖ്യ ഉയരാൻ തന്നെയാണ് സാധ്യത. കാരണം ഏതാണ്ട് 20-ലധികം പേർ കാര്യമായ പരിക്കുകളോട് കൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അടിയന്തര യോഗം വിളിച്ച് ഉടൻ തന്നെ കൂടുതൽ പോലീസുകാരെയും ഒപ്പം തന്നെ വൈദ്യ സഹായവും ഒക്കെ ഈ പ്രദേശത്ത് എത്തിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹം നാളെ തന്നെ തിരുപ്പതിയിലെത്തും. നിലവിൽ അറിയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ മറ്റന്നാളാണ് ഏകാദശി നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ടോക്കൺ വിതരണത്തിനായി നിരവധി കൗണ്ടറുകൾ സജ്ജീകരിച്ചിരുന്നു. 92 കൗണ്ടറുകളാണ് ആകെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ അപകടം നടന്ന പ്രദേശത്തായി 9 കൗണ്ടറുകളാണുള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത്, അതായത് നാളെ രാവിലെ 5 മണിയോടുകൂടി മാത്രം ടോക്കൺ വിതരണം ചെയ്യാൻ തുടങ്ങേണ്ട ഒരു സ്ഥലത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ ആളുകൾ തിക്കും തിരക്കും കൂട്ടിയിരുന്നു. ഒരു പരിധി കഴിഞ്ഞതോടെ പോലീസ് ഇവരെ കയറ് കെട്ടി നിയന്ത്രിച്ചു, അല്ലെങ്കിൽ വടം കെട്ടി നിയന്ത്രിച്ചു എന്ന് പറയാം. ശേഷം ഈ ക്യൂവിൽ നിന്ന പലർക്കും ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് പലരെയും തിരിച്ചു പുറത്തിറക്കാനായി ഈ കയർ തുറക്കുന്നതിനിടയിലാണ് ഈ പലരും ഇടിച്ച് അകത്തേക്ക് കയറിയത്. അതോടുകൂടി വലിയ തിക്കും തിരക്കുമാണ് ഈ പ്രദേശത്തുണ്ടായത്. അങ്ങനെ രണ്ടിടത്ത് ഇത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായി. ആകെ 6 പേരാണ് മരിച്ചിരിക്കുന്നത്. അതിൽ 3 പേർ സ്ത്രീകളാണ്. ഒപ്പം തന്നെ 26 വയസ്സുള്ള ഒരു യുവാവും മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നിലവിലുള്ള സൂചന പ്രകാരമാണ് എങ്കിൽ മരിച്ചവർ മരണസംഖ്യ അത് ഉറപ്പായും ഉയരും എന്നുള്ള തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നേരത്തെ കഴിഞ്ഞ വർഷം വരെയൊക്കെയും ഇത് മലമുകളിലായിരുന്നു, ഏതാണ്ട് ക്ഷേത്രത്തിന് അടുത്ത് വെച്ചായിരുന്നു ഇത്തരത്തിൽ ടോക്കൺ വിതരണം ചെയ്തിരുന്നത്. പക്ഷേ ഇത്തവണ ഇത് താഴേക്ക് ഇറക്കി പല കൗണ്ടറുകളിലായി ടോക്കൺ വിതരണം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പല കൗണ്ടറുകളിലും മതിയായ പോലീസ് സുരക്ഷ ഉണ്ടായില്ല. ഈ പോലീസ് സുരക്ഷ ഉണ്ടാകാത്തതാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും അവശനിലയിൽ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ദേഹാസ്വാസ്ഥ്യമൊക്കെ അനുഭവപ്പെടുന്ന പലരും ഈ പ്രദേശത്തുണ്ട്. കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഡോക്ടർമാരെ ഈ കൗണ്ടറുകളുടെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ട് ആളുകളെ പരിശോധിപ്പിക്കുന്ന ഒരു നിലയും തുടരുകയാണ്. എന്തായാലും മരണസംഖ്യ ഉയരാതിരിക്കാൻ പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. സുഹൈൽ. ശരി, മരണസംഖ്യ ദുരന്തത്തിൽ ഉയരുകയാണ്. 6 പേരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ ചികിത്സയിലാണ്. അങ്ങേയറ്റം ദാരുണമായ അപകടമാണ് ആന്ധ്രയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.